രാവിലെ തന്നെ ഒരു കുത്തിന്നങ്ങ് സ്റ്റാർട്ട് ചെയ്താലോ? അന്ന് രാവിലെ ആയതുകൊണ്ട് നല്ല വേദനയായിരുന്നു. അപ്പം ഞാനും അമ്മയും രാവിലെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി വന്നേക്കാ. ഭക്ഷണവും കാര്യങ്ങളൊന്നും കഴിക്കാണ്ട് ബ്ലഡൊക്കെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി കൊടുത്തിട്ട്, ഞാൻ നേരെ അമ്മേനെ കൊണ്ടോയി വീട്ടിൽ വിട്ടതിന് ശേഷം ഞാൻ നേരെ പഴയന്നൂരോട്ട് വണ്ടി വിട്ടു. രാവിലെ ഒന്നും കഴിക്കാതെയുള്ള യാത്രയായതുകൊണ്ട് ഈ ആമിന ടീ സ്റ്റാൾ എന്ന് പറഞ്ഞ പുഞ്ചപ്പാടത്തെന്ന് പറഞ്ഞ സ്ഥലം ഇതേപോലെ നല്ല അടിപൊളി സ്ഥലമാട്ടോ. കാണാൻ നല്ല ഭംഗിയുണ്ട്. അവിടെ കൊണ്ടുപോയി വണ്ടി ഇട്ടിട്ട് ഞാൻ തൊട്ടടുത്തുള്ള ചായക്കടയിൽ കയറിയിട്ട് നല്ല ചൂട് ഉഴുന്ന് വട കഴിച്ചു. അതേപോലെ തന്നെ നല്ല ചൂട് ചായയും കൂടെ കുടിച്ചു. നല്ല മഴയുണ്ടായിരുന്നു ട്ടോ. അപ്പോൾ ചായയുടെ പരിപാടിയും കൂടെ തീർത്ത് പൈസ കൊടുത്തിട്ട് ഞാൻ നേരെ എൻ്റെ പൂക്കുട എടുത്തിട്ട് നേരെ വണ്ടിയിലോട്ട് നടന്നു. അപ്പം നല്ല മഴയുള്ള ഒരു ദിവസമാണ്. ഇന്ന് ശനിയാഴ്ചയാണ്. പിള്ളേർ സെറ്റിന് ലീവാണ്. അപ്പോൾ പിള്ളേർ സെറ്റിനെ വിളിക്കാൻ വേണ്ടിയാണ് എൻ്റെ ഇന്നത്തെ ഈ യാത്ര. നല്ല മഴയായതുകൊണ്ട് ഇവിടെയൊക്കെ കാണാൻ നല്ല ഭംഗിയായിരുന്നു. റോഡും ആ ഒരു പാടവും കാര്യങ്ങളൊക്കെ കാണാൻ നല്ല രസമായിരുന്നു. നമ്മൾ നേരെ ചെന്നെത്തുന്ന ഒരു ഇടവഴിയിലൂടെയാണ്. ഈ ഇടവഴി കൂടെ നടന്നു കഴിഞ്ഞാലാണ് നമ്മൾ വീട്ടിലോട്ട് എത്തുന്നത്. അപ്പം നേരെ ചെന്ന് അവിടുത്തെ ചപ്പാത്തിയും കാര്യങ്ങളൊക്കെ തീറ്റ് കഴിഞ്ഞ് ഞാൻ പിള്ളേരെയും കൂട്ടി നേരെ തിരിച്ചു. നേരെ വരുന്ന വഴിക്ക് ഞാൻ ഉഴുന്നുവട കഴിക്കാൻ കയറി. അവിടെ കയറി വീട്ടിലേക്ക് ആവശ്യത്തിന് ഉഴുന്നുവടയും മേടിച്ചിട്ട് നേരെ വണ്ടി എടുത്ത് ഞങ്ങളിങ്ങ് പോന്നു. വീട്ടിൽ ചെന്നതോടെ ആദ്യം തന്നെ ആ ഉഴുന്നുവട ചൂടോടെ എടുത്ത് ഒന്നുകൂടെ കഴിച്ചു കേട്ടോ. അത് കഴിഞ്ഞ് നേരെ ടുട്ടുവിൻ്റെ അടുത്ത് പോയി ടുട്ടുവിൻ്റെ കുഞ്ഞുങ്ങൾ എന്ത് നോക്കി ആ ഒരു കുഞ്ഞും കൂടെ വിരിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി നമ്മുടെ ടാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിവിടെ കുറച്ച് സെറ്റ് ആൾക്കാരുണ്ട്. അവരുടെ അടുത്തോട്ടാണ് പോകുന്നത്. ഇവരെന്നെ ഇവിടെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ തോട്ടിക്കൂടെ ഒഴുകി വരുന്ന തേങ്ങ പിടുത്തമാണ് പരിപാടി. അപ്പോൾ തോട്ടിയും കെട്ടി തോട്ടിയുടെ അറ്റത്തൊരു വലയും കെട്ടി, അതായത് ഈ വലത്തോട്ടി. അപ്പോൾ അതും കെട്ടിയിട്ട് ഇതേപോലെ ഒഴുകി വരുന്ന തേങ്ങ ഇങ്ങനെ പിടിക്കും. അതാണ് നമ്മുടെ ഇന്നത്തെ ടാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇത് നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരാളെ ഇവിടെ നിർത്തിയിട്ടുണ്ട്. അമ്മമ്മയാണ് സിഗ്നൽ തരുന്നയാൾ, മുകളിൽ നിന്ന് തേങ്ങ വരുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത്. ടുങ്കുടുവിന് ഇതേപോലെ തോളത്ത് കയറിയെന്ന് പറഞ്ഞാൽ മതി സേതു തോട്ടി ചാടാനേ എന്നോടേ. അങ്ങനെ അന്നത്തെ ദിവസം കഴിഞ്ഞു. പിറ്റേ ദിവസം ആയപ്പോഴത്തേക്കും നമ്മുടെ കിളിക്കുഞ്ഞ് കുറച്ചും കൂടെ എല്ലാവരും പുറത്തോട്ട് വന്നിട്ടുണ്ട്. അതിനുശേഷം ഇന്നൊരു പരിപാടിയുണ്ട്. നമുക്കൊരു ഹൗസ് വാമിംഗ് കൊണ്ട് ബിരിയാണി തിന്നാം. അവിടെ ചെന്ന് അവിടുത്തെ ബിരിയാണിയൊക്കെ മുഴുവൻ തിന്ന് തീർത്ത ശേഷം ഞങ്ങൾ നേരെ ഇവരെ എല്ലാവരും കൂടെ കയറ്റി എറണാകുളത്തോട്ട് പാക്ക് ചെയ്യാൻ പോവാണ്. അതൊക്കെ കഴിഞ്ഞ് എനിക്ക് ഉണ്ണിയേട്ടൻ കുറച്ച് ചെടിയൊക്കെ നട്ടു വെക്കാനുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ ചുമ്മായിരുന്നു. 2-3 ദിവസം പോയതറിഞ്ഞില്ല. അപ്പോൾ ഇതേപോലത്തെ കുഞ്ഞു വിശേഷമായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.